അയ്യപ്പൻകോവിൽ ആലടിയിൽ രോഗം മൂർച്ഛിച്ച് ചികിത്സ കിട്ടാതിരുന്ന വളർത്തുമൃഗം ചത്തു. രാത്രിയിൽ കഞ്ചേർ മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടർ എത്തി കുത്തിവെച്ചതിന് പിന്നാലെയാണ് പോത്ത് ചത്തത്. പോത്തിന് പേവിഷബാധയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. പോത്തിനെ പരിചരിച്ചവരെ ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു. ഇന്നലെ രാവിലെ മുതലാണ് കൃഷ്ണൻകുട്ടിയുടെ പോത്തിന് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്. നാവ് പുറത്തെടുക്കുകയും വായിൽ നിന്ന് പത പുറത്തേക്ക് വരികയും ചെയ്തു. കമ്പിയിൽ തലയിട്ടടിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അയ്യപ്പൻകോവിൽ ആശുപത്രിയിലും പിന്നീട് ഉപ്പുതറ ആശുപത്രിയിലും കോതപാറ ആശുപത്രിയിലും എത്തി. അവിടെയൊന്നും ഡോക്ടർ ഉണ്ടായിരുന്നില്ല. പിന്നീട് കൽത്തൊട്ടിയിൽ നിന്നും ഡോക്ടർ എത്തിയാണ് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചത്. അതും രാത്രി 6 മണിക്കാണ് ഡോക്ടർ എത്തിയത്. ഡോക്ടർ കുത്തിവെപ്പ് എടുത്തതിന് പിന്നാലെയാണ് പോത്ത് ചത്തത്. കൽത്തൊട്ടിയിൽ നിന്ന് ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പം പോത്ത് ചത്തുപോയി. അത് കഴിഞ്ഞപ്പം പേയാന്ന് സ്ഥിരീകരിച്ചു. വൈകിട്ട് 6 മണിക്ക് ഞങ്ങൾ കുടിച്ചിട്ടു. പിന്നെ എല്ലാവരും പോയി ആളുടെ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു. കൂട്ടിൽ നിന്നും അഴിച്ചുവിടുന്ന പോത്തല്ലായിരുന്നു ഇത്. പിന്നെ എങ്ങനെ പേവിഷബാധ ഏറ്റുവെന്ന് ഒരറിവുമില്ല. 40,000 രൂപയ്ക്ക് തൊടുപുഴയിൽ നിന്നും വാങ്ങിയ പോത്തിൻകുട്ടിയാണിത്. ഒരു വർഷം ഒരു പോത്തിൻകുട്ടിയെ വളർത്തി വിൽക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ഈ വർഷം ഇത് പാലിയിരിക്കുകയാണ്. പേവിഷബാധയേറ്റ് ചത്ത പോത്തിനെ പരിചരിച്ചവരെ തേടി ആരോഗ്യവകുപ്പ് രാവിലെ തന്നെ വീട്ടിലെത്തുകയും കുടുംബത്തിലുള്ള 6 പേരെ ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് നൽകുകയും ചെയ്തു. പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. കൂട്ടിൽ കരി നായ കടിച്ചതാവാം പേവിഷബാധയ്ക്കിടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ നിഗമനം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.